ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ, അതേപോലെ തന്നെ കൺട്രോൾഡ് എക്കോണമി, റെഗുലേറ്റഡ് എക്കോണമി, അതൊക്കെ ഇന്ത്യയെ സഹായിച്ചിട്ടില്ലേ? അത് എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നെഹ്റുവിൻ്റെ സോഷ്യലിസമാണ്. നെഹ്റു ഒരു വൺ ഓഫ് ദ ടോളസ്റ്റ് ഫിഗേഴ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പരസ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ഒത്തുപോകാൻ കഴിയാത്തൊരു കാര്യം, നെഹ്റുവിൻ്റെ ഈ സോഷ്യലിസ്റ്റ് അത് ഒരുപക്ഷെ കുറേ കാലം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തിരുത്തുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം അവസാനം വരും ഈ ഒരു എക്സ്പെരിമെൻ്റ് വരുമ്പോൾ, സോഷ്യലിസം റഷ്യയിൽ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ പുരോഗമനവാദികളും സ്വാഭാവികമായിട്ടും അതിൻ്റെ പക്ഷത്തായിരുന്നു. പല ആൾക്കാരും, പല പല നവോത്ഥാന നായകന്മാരും, സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവരൊക്കെ വളരെ ആവേശത്തോടെയാണ് അവിടെ പട്ടിണി മാറ്റുന്നു, റഷ്യയിൽ സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ആക്ച്വലി സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ പങ്കുവെക്കലാണ്. സോഷ്യലിസത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞണം, ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നൊരു സംഗതിയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഗതിയും ഇല്ല, അല്ലെങ്കിൽ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പോൾ വിയറ്റ്നാം അമേരിക്ക കയറി നിരങ്ങിയ റഷ്യയുടെ കൂട്ടാളിയായിട്ടുള്ള രാജ്യമാണ്. വിയറ്റ്നാമിന് ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് അമേരിക്കയായിട്ടാണ്. ട്രേഡ് സർപ്ലസ് ആണ് വിയറ്റ്നാമിന്. $100 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് വിയറ്റ്നാമിന് അമേരിക്കയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കുന്നത് എന്താണ്? ഈ സോഷ്യലിസ്റ്റ് പാറ്റേണിൽ നിന്ന് മാറിക്കണ്ട് നമ്മൾ 91 എക്കോണമി തുറക്കുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും വന്ന് നമ്മളെ വിഴുങ്ങുമെന്നും നമ്മൾ രണ്ടാം കോളനിയായിട്ട് നമ്മളെ മാറ്റുമെന്നുമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് സർപ്ലസ് ബാലൻസ് നമുക്കുണ്ടെന്ന് പറയാൻ കഴിയുന്ന ആദ്യത്തെ ടോപ്പ് 10 ഏക രാജ്യം അമേരിക്കയാണ്. 32 ബില്യൻ്റെ സർപ്ലസ് ആണ്, ട്രേഡ് സർപ്ലസ് ആണ് നമുക്ക് അമേരിക്ക ആയിട്ടുള്ളത്. വേറെ ഒരു രാജ്യമായിട്ടില്ല. ചൈന നമ്മളെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. 79 ബില്യൺ അങ്ങോട്ട് പോവുകയാണ്. മറ്റുള്ള ഓസ്ട്രേലിയ ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണ്. പക്ഷേ അമേരിക്കയായിട്ടാണ് നമുക്ക് കൂടുതൽ. അമേരിക്കയായിട്ട് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. അപ്പം ഈ എക്കോണമി തുറന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഗുണം ചെയ്തു. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റിയത്? ഇഫ് എ സിസ്റ്റം ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ യു, വൈ ഡു യു ചേഞ്ച്? ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് ചേഞ്ച്. ചുമ്മാ മാറ്റിക്കളയാം, ഇത്രയും സോഷ്യലിസ്റ്റ് പാറ്റേണല്ലേ, നമുക്കങ്ങ് മാറ്റിക്കളയാം എന്ന് തോന്നി വെറുതെ ഒരു ഫാഷനായിട്ട് മാറ്റിയതാണോ? അല്ല. നമ്മളിവിടുന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് ചന്ദ്രശേഖരൻ്റെയും നരസിംഹറാവിൻ്റെയും കാലഘട്ടത്തിൽ സ്വർണം കൊണ്ടുവന്ന് പണയം വെച്ച് $1 ബില്യൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് സാധനങ്ങൾ, അത്യാവശ്യം ജീവൻ രക്ഷാ ഔഷധങ്ങളും അത്യാവശ്യമുള്ള സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത ശ്രീലങ്കൻ, പാകിസ്ഥാൻ മോഡിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ 91 നമ്മളിത് തുറക്കുന്നത്. എക്കോണമി സ്വകാര്യ സംരംഭകർക്ക് ലൈസൻസ് രാജ് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഒരുപാട് കറക്ഷൻസ് വരുത്തുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു. അതിനുശേഷം കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ താങ്കൾ രണ്ടുപേരോടും പറയണം, നിങ്ങൾ ഒരേ ചോദ്യമാണ് ചോദിച്ചത്. ഈ 30 വർഷമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയോ? നമ്മുടെ പൊതു ജീവിത നിലവാരം മുന്നോട്ട് പോയോ? പട്ടിണി കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുക. ഇന്ത്യയിൽ ഇപ്പോഴും പട്ടിണിയുള്ള മനുഷ്യരുണ്ട്. ചൈന ക്യാപിറ്റലിസത്തിൻ്റെ വഴിയിലേക്ക് ചെന്നിട്ട് 50 കോടി ജനങ്ങളെയാണ് 30 വർഷം കൊണ്ട് അവർ പട്ടിണിക്ക് പുറത്തെത്തിച്ചത്. നിങ്ങൾക്കറിയാമോ പട്ടിണി കൊണ്ട് എത്ര പേര് ചൈനയിൽ മരിച്ചിട്ടുണ്ടെന്നോ? മാവോ സെതൂങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഇത്രയധികം പട്ടിണി മരണങ്ങൾ നടന്ന ഒരു രാജ്യമല്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയ വ്യക്തിയായിട്ടാണ് മാവോയെ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം പ്രധാന കാര്യം വെടിവെച്ച് വന്നൊന്നുമല്ല, പട്ടിണി. അവിടെ നിന്നാണ് ഡെൻ സിയാവോപിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞോണം അമേരിക്കയായിട്ടാണ് അവർ കൈ കൊടുക്കുന്നത്. അമേരിക്കയായിട്ട് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിപണിയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം പറഞ്ഞു, ഒരു പ്രശ്നം അവിടെ എവിടെയെങ്കിലും ഒരു വിപണിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകമെമ്പാടും പോകുന്ന ഒരു സിസ്റ്റമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ബ്രഹ്മപുരം ഗ്യാസ് അവിടുത്തെ ലീക്കേജ് വരുന്നു, അവിടെ മുഴുവൻ പോകുന്നു. ലോകത്ത് എവിടെയും എൻവയറൺമെൻറ്റലായാലും ഭാഷാപരമായാലും ഒരു ബോംബായാലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എല്ലായിടത്തും ബാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആഘാതം അനുസരിച്ചായിരിക്കും. റേഡിയേഷൻ ആയാലും ഒരു ആറ്റം ബോംബ് ഇടുകയാലും അങ്ങനെ ബാധിക്കും. ആരും ലോകമെല്ലാം ഒന്നാ, ബേസിക്കലി കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. ഇനി അല്ലെങ്കിൽ റഷ്യ പോലെ ഇൻസുലേറ്റ് ചെയ്ത് നിൽക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം, ഞങ്ങൾക്ക് വേറെ ആരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ആ വ്യക്തികൾ, അവിടെയുള്ള വ്യക്തികൾക്ക് പുറത്തുള്ള അവസരം നഷ്ടപ്പെടും, പുറത്തുള്ള ടെക്നോളജി വരില്ല. റഷ്യ ഇപ്പോഴും IT-യിൽ ഒരു വലിയ പിന്നോക്കമാണ്. റഷ്യ എംബ്രിയോളജിയിൽ പിന്നോക്കമാണ്, പല കാര്യത്തിലും റഷ്യ പിന്നോക്കമാണ്. കാരണം അവർ ആ സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ ലെഗസി പിന്തുടർന്നുകൊണ്ട് അവർ സ്വയം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ തുറന്നു നിന്ന് കഴിഞ്ഞാൽ അകത്തേക്കും വരും, പുറത്തേക്കും പോകും. അപ്പോൾ അവിടുത്തെ നല്ലത് നമുക്കിപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് UK-യിൽ പോകാൻ, നിങ്ങൾ പലരും UK പോകാൻ താല്പര്യപ്പെടുന്നു, അമേരിക്ക പോകാൻ താല്പര്യപ്പെടുന്നു, വിദ്യാർത്ഥി എന്ന നിലയിൽ പോകാൻ പറ്റുന്നു. ഇങ്ങനെ കൊടുക്കണം, വാങ്ങണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയുക. ഇന്ന് ലോകത്തുള്ള പല ഗൂഗിൾ തൊട്ട് യൂട്യൂബ് തൊട്ട് നോക്കുക, പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം തലപ്പത്ത് ഒന്നിൽ ഇന്ത്യയിൽ പഠിച്ചവരോ ഇന്ത്യൻ വംശജരോ ഒക്കെയാണ്.
നൂറുകണക്കിനുണ്ടാവും വലിയ അവസ്ഥകളിലുള്ളത്. ഇന്ത്യക്കാർ പലരും അമേരിക്കയിലൊക്കെ പറയുന്നത് ഇന്ത്യക്കാർ മുഴുവൻ വലിയ ജോലികളും അല്ലെ തലപ്പത്തും അവർ പോകുന്നു എന്നാണ്. അപ്പോൾ നമുക്കങ്ങനെ സാധ്യത വന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ സോഷ്യലിസ്റ്റ്, ഈ റേഷനിങ്, സബ്സിഡി, ഈ സബ്സിഡിയുടെയൊക്കെ ഒരു പ്രശ്നം എന്താ പറയുക? എനിക്ക് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാണ്, താങ്കൾ കിട്ടിയാൽ താങ്കളും സന്തോഷവാനാണ്. പക്ഷേ നമ്മൾ ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ, ഏറ്റവും നടക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാവൂ. ഗ്യാസിൻ്റെ സബ്സിഡി വാങ്ങിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ്? അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ഉൾപ്പെടെയുള്ള, അദാനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരെ ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു. അവർക്ക് എന്തിനാ സബ്സിഡി? അപ്പോൾ ഒരു ഗവൺമെൻറ് പറയുകയാണ് സബ്സിഡി വേണ്ടാത്തവർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഒരു വർഷം കൊണ്ട് 1 കോടി ആൾക്കാരാണ് വേണ്ടെന്ന് വെച്ചത്. ഒരു വർഷം കൊണ്ട് ആ 1 കോടി ആൾക്കാർ വെറുതെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും നീഡിയായിട്ടുള്ള ആൾക്ക് വെറുതെ ഇങ്ങനെ പൊതുവായിട്ട് എല്ലാവർക്കും കിറ്റ്. നിങ്ങൾ എത്ര പേര് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്? കിറ്റ് വേണ്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മര്യാദയുണ്ട്, അതിനകത്തൊരു മാനവീയതയുണ്ട്, ഓക്കെ റൈറ്റ്. എല്ലാവർക്കും കിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓട്ടമുണ്ടല്ലോ. ഈ പോപ്പുലിസത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവൻ്റെയും പൈസ എടുത്ത് നിങ്ങളെ ഒലിപ്പിച്ച് കാണിച്ച് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എടുത്ത് കൊടുക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിൽ നിന്നാണെങ്കിൽ എനിക്കൊരു പിടുത്തം ഉണ്ടാവും. ഞാൻ ഈ സർക്കാർ, സോക്കോളുടെ സർക്കാരിൻ്റെ പൈസയാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പിടുത്തം ഉണ്ടാവില്ല. ഒരിക്കലും മറ്റുള്ളവരുടെ പൈസ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളൊരല്പം ലിബറലായി പോകും. ആ ലിബറലിസം യഥാർത്ഥ അതൊരു കാപട്യമാണ്. നിങ്ങൾ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള പുരോഗതിയാണ് നോക്കേണ്ടത്, രാജ്യത്തിൻ്റെ പുരോഗതി. രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഞാൻ നികുതി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ആളായിട്ട് എൻ്റെ പടമൊക്കെ വെച്ച് ആളുകൾ പൂജിക്കും, എന്നെ തിരഞ്ഞെടുത്തൊന്നും വരും. പക്ഷേ ഈ മൊത്തത്തിൽ അടുത്ത തലമുറയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ബോധം, എൻ്റെ കുടുംബം ഞാൻ നോക്കുന്നത് പോലെ എൻ്റെ രാജ്യം ഞാൻ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ എക്കോണമി ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നോണം ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് വൂഡൂസിലൊന്നും വീഴത്തില്ല. അയാളുടെ കാലത്ത് ഓക്കെ റൈറ്റ്, നല്ല വലിയ ആളാണ്, ഭയങ്കര മാനവികവാദിയാണ്, മൃഗങ്ങൾക്ക് വരെ ആഹാരം കൊടുക്കുന്ന ആളാണ്. അത്തരം ഈ ഗിമിക്കുകൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥത ഇല്ലായ്മയാണ്. അപ്പോൾ സോഷ്യലിസം ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് സഹായകരമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചവത്സര പദ്ധതിയിലൂടെ മാത്രമേ പറ്റൂ. പഞ്ചവത്സര പദ്ധതിയുടെ പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നത് തന്നെ? ഒരു പ്രദേശത്തിന് എന്താണ് വേണ്ടതെന്ന് സെൻട്രൽ പ്ലാനിംഗ് ആണ്. അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ് എന്താണ് വേണ്ടത്, അവിടെ ഏത് തരം വിളയാണ് ഇറക്കേണ്ടത്, ഏത് തരം റോഡാണ് വേണ്ടത്, പാലമാണ് വേണ്ടത്. ഇപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു. അപ്പോൾ അവിടെ പലരും അവിടെ റഷ്യൻ ആർമിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത് സെൻട്രൽ പ്ലാനിംഗ് ആണ്. പഴയ സോവിയറ്റ് ലെഗസിയാണ്. ലോക്കലായിട്ട് ഇപ്പോൾ ഒരു പാലം പണിയണം. ആ പാലം പണിയേണ്ടത് എങ്ങനെയാണ്, എത്ര പാലം പണിയണം, അത് സ്ഥിരമായിട്ട് ചെയ്യണോ എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് ധാരണയില്ലാത്തതുകൊണ്ട് ഇവർ പറയും പാലം പണിയുന്നു. ഓരോ തവണ പാലം പണിയുമ്പോഴും യുക്രൈൻ അതിനെ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പണിയുന്നു. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അറിയാൻ പറ്റുന്നത്. അവിടെ മോസ്കോയിൽ ഇരുന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ പൊരുത്തപ്പെടണമെന്നില്ല. അവരുടെ ഐഡിയയാണ്. സെൻട്രൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്ററാണ് പലപ്പോഴും. അത് പലയിടത്തും കണ്ടിട്ടുണ്ട്. നീഡ്സ് എല്ലാം ലോക്കലാണ്. അരി ഉൽപ്പാദിപ്പിക്കേണ്ടടുത്ത് അരിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, കോഴി വേണ്ടടുത്ത് കോഴിയാണ്. അപ്പം നീഡ്സ് ലോക്കലാണെങ്കിൽ പ്ലാനിങ് എങ്ങനെ സെൻട്രൽ ആകും? സെൻട്രൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗവൺമെൻറ് ഇരുന്നെല്ലാം ചെയ്യണം. എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം. റേഷനിങ്, മിശിക ഗവൺമെൻറ് ഞങ്ങളിങ്ങനെ കൊടുക്കുന്നു, ഗവൺമെൻറ് മനുഷ്യരിങ്ങനെ കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്നു. ഓരോ തവണ ഇത് തരുന്നു, എല്ലാം തരുന്ന ഗവൺമെൻറ്. മനുഷ്യരെ വെറുതെ തുറന്നു വിടണേ, അവർ ഉൽപ്പാദിപ്പിച്ചോളും, അവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കോളും, അവർ മുന്നോട്ട് പോയിക്കോളും. അവർക്കതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. മനുഷ്യനെ തുറന്നു വിട്. അതാണ് ഈ സോഷ്യലിസ്റ്റിൻ്റെ ഈ വാക്ക്. ഐ വാസ് ഓൾസോ എ സോഷ്യലിസ്റ്റ്, സോ വി ആർ ഓൾ സോഷ്യലിസ്റ്റ്. നമ്മളെല്ലാവരും സോഷ്യലിസ്റ്റ് ആയിരുന്നു, സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ഒരുപാട് നീതികേടുകളും ഒരുപാട് ഫാഷിസ്റ്റ് എലമെൻറ്റുകളും ഉള്ളത് കൊണ്ടാണ്